ഹലോ. അതെ അതെ അതെ, സൈക്കാട്രിസ്റ്റ് ചാക്കോയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആളിനെ ഇങ്ങ് എത്തിച്ചാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. സൈക്കാട്രിസ്റ്റ് ചാക്കോയെ അറിയാലോ. ഓക്കെ ഓക്കെ ഓക്കെ. ആളെ ഇങ്ങ് എത്തിച്ചാ മതി. പ്രശ്നം പരിഹരിക്കാനിരിക്കുന്ന ഒരാള് സൈക്കാട്രിയുടെ ബോർഡും വെച്ചിരിപ്പുണ്ട്. എന്റെ മനുഷ്യ, വിവരമുള്ള ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുവോ? അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ നിങ്ങളെ ആരുടെയെങ്കിലും ഒരു രോഗം ഒന്ന് ഭേദപ്പെടുത്തിയിട്ടുണ്ടോ ഇതുവരെ? അത് ശരിയാത്. ചേച്ചീനെ കല്യാണം കഴിഞ്ഞിട്ട് 10-28 കൊല്ലം ഇതുവരെയായിട്ട് ചേച്ചീനെ ഒന്നും ഭേദമാക്കാൻ പറ്റിയിട്ടില്ല. എന്ത് വർത്താനാടോ ഈ പറയണേ? ഞാൻ ഡോക്ടറുടെ കുറ്റം പറഞ്ഞാണ്. ആ അങ്ങനെ പറ. ഞാനേ നല്ല തറവാട്ടി പിറന്ന ആളാ. എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചുവിടുമ്പോഴേ എന്റെ വീട്ടില് 100 എരുമ ഉണ്ടായിരുന്നു. ഇപ്പൊ 99 തന്നെ ഉള്ളൂ. ഒരെണ്ണം അവരെ എനിക്ക് തന്നു വിട്ടില്ലേ? മനുഷ്യ, കഞ്ഞി അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. തിളച്ച കഞ്ഞോളം മോന്തക്ക് വീഴുണ്ടെങ്കിലേ മിണ്ടാതിരുന്നോളണം അവിടെ. പോയോടാ? ആ പോയി. ഒരാള് വന്ന് പുറത്തു പോയിട്ടുണ്ട്. എന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തോ? അപ്പോയിന്റ്മെന്റാ? എന്തിന്? ഞാൻ കയറി വരാൻ പറയാം. ഒരാളുടെ ഉച്ച വന്നിരുന്നിട്ടോടാ മേ കമ്മിൻ ചോദിക്കുന്നത്. അവിടുന്ന് ചോദിച്ചിട്ട് വാ. എക്സ്ക്യൂസ് മീ ചേർത്തോട്ടെ? കൈ നിട്ട് കളിച്ചോ. ശീലിച്ചു പോയതാ. ആയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ. യെസ് കമിൻ സാർ. മേ കമ്മിൻ. തൈക്കാട്ടുശ്ശേരി. തൈക്കാട്ടുശ്ശേരിയോ? അതാ പിന്നെ നിങ്ങള് മാറിപ്പോയതാ. കുറച്ച് നാളുകളായിട്ട് ഞാൻ ഭയങ്കര പ്രശ്നത്തിലാ. ഈ പ്രശ്നം ഇങ്ങനെ ഓർക്കുമ്പോ എനിക്കൊരു വല്ലാത്ത വിഷമം വന്നു തുടങ്ങി. ഉള്ളിന്ന് വിഷമം? ഉള്ളിന്ന് നല്ല വിഷമം വരുന്നുണ്ട്. കരയാൻ തോന്നുന്നുണ്ടോ? ഇല്ല. കരയണം. നമ്മൾ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ആരും കാണാതെ ഒന്ന് പൊട്ടിക്കരയണം. നമ്മൾ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ അലിഞ്ഞങ്ങ് ഇല്ലാതെ. അല്ല, എനിക്ക് പ്രശ്നമുണ്ട്, അതിനോർത്ത് വിഷമമുണ്ട്, പക്ഷെ കരയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കരഞ്ഞോളൂ. ശ്രമിച്ചു നോക്കൂ, കരയാൻ പറ്റും. ഇതെന്താ ഇത്? സാറിന്റെ മുമ്പിൽ എക്സ്പ്രഷൻ ഇട്ടതാ. ഞാൻ പ്രിയദർശനല്ല, സൈക്കാട്രിസ്റ്റ് ആണ്. എക്സ്പ്രഷൻ ഇടാൻ കരയാൻ ശ്രമിക്കൂ. എനിക്ക് കരയണം. കരയൂ. കെട്ടിപ്പിടിച്ച് കരഞ്ഞോളൂ. കരയൂ. വിഷമം എല്ലാം കരഞ്ഞു തീർക്കും. പുതിയ ഷർട്ടാണ്, കണ്ണീരൊക്കെ മൂക്കളറിഞ്ഞ് തേക്കരുത്. വിഷമം തീർന്ന? എനിക്കെന്ത് വിഷമം? അല്ല, ഞാൻ കരഞ്ഞിട്ട് സാറിനറിഞ്ഞില്ല വിഷമം? പിന്നല്ലാതെ ഒരു താല്പര്യമില്ലാതെ എന്നെ പിടിച്ച് വെറുതെ കരയിപ്പിച്ചിട്ട്. രാജു. അപ്പൊ സാറേ, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ഭാര്യയ്ക്ക് കുറച്ച് നാളുകളായിട്ടൊരു മാനസിക ഒരു വിഭ്രാന്തി, ചില മാറ്റങ്ങൾ കണ്ടുവരുന്നു. എന്ത് മാറ്റം? അതായത് ചിലപ്പോ ചിരിക്കും, ചിലപ്പോ കരയും. എടോ, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുകയും കരയേണ്ട സമയത്ത് കരയുകയും ചെയ്യുന്നവനാണ് മനുഷ്യനെന്ന് പറയുന്നത്. അത് മനുഷ്യര്. പക്ഷെ ഇവള് അങ്ങനെയല്ല. പിന്നെ ഞാനേ ഒരു കോമഡി പറഞ്ഞു വിചാരിക്കേ. കോമഡി പറയൂ. ചാനലിലൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി പറയടാ കോമഡി. എന്നൊരു കാര്യം ചെയ്താണ്, ഞാൻ അവളോട് പറഞ്ഞു കോമഡിയില്ലേ, അത് തന്നെ ഞാൻ ഇവിടെ പറയാം. കോമഡി സുമേ, കോമഡി സ്റ്റാൻഡപ്പ് കോമഡി ആക്കണമെങ്കിൽ വാ. കോമഡി പുള്ളി സ്റ്റാൻഡപ്പ് കോമഡിയൻ. പിന്നെ ഒരു ദിവസം ഞാൻ നമ്മുടെ രാഘവൻ ചേട്ടന്റെ മോൻ സുരേഷിന്റെ. ഒരു മിനിറ്റ്. അത് പറയണ, ഞാൻ രാഘവൻ ചേട്ടന്റെ മോൻ സുരേഷിന്റെ കല്യാണത്തിന് പോയി. അപ്പൊ അതുകൊണ്ട് വരനുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ട് ഞാൻ അവരോട് പറഞ്ഞേ, സുരേഷ്, ഇത് തീറ്റ മത്സരമല്ല, കല്യാണ വീടാണ്. മീൻ വറുക്കാൻ അടുപ്പേലിട്ടിരിക്കുന്നു. ഇല്ലെങ്കി ഈ ചട്ടകം കൊണ്ട് നിങ്ങളുടെ നെറുകന്തല ഞാൻ അടിച്ചു പൊളിച്ചേനെ. കോമണി. വായൊന്ന് വിളിച്ച്, വായിക്കകത്ത് നാക്കല്ലേ കിടക്കണത്, അല്ലാതെ പഴമല്ല. ഒന്ന് ചിരിച്ചൂടെ? അവന്റെ ഒരു അളിഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡി മേലാ പറഞ്ഞു കൊടുത്ത്. എന്റെ സാറേ, അവർക്ക് എന്നെ മുടിഞ്ഞ സംശയം. ഈ സംശയം മാറ്റാൻ ഒരു സംഭവം ഉണ്ട്. യോഗ ചെയ്യണം. അവളൊന്നും ചെയ്യുമെന്ന് എനിക്ക് വലിയ താല്പര്യം. അവളല്ല, താങ്കൾ ചെയ്യണം.
നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ആ. ഈ ഭാര്യ ആ. നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ ചാഞ്ചു കിടന്നിട്ട് ആ. നമ്മളോട് ചോദിക്കും, ഏ, നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടോ എന്ന്. ഇല്ലെന്ന് ഞാൻ കള്ളം പറയും. ഉത്തരത്തിനല്ല പ്രാധാന്യം, പിന്നെ നെഞ്ചിടിപ്പിനാണ്. അത് കൺട്രോൾ ചെയ്യാനാണ് യോഗ ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാൻ കുത്തിയിരുന്ന് പ്രാക്ടീസ് ആ, അത് നിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ആ, അതെ. ഭാര്യ വന്നിട്ടുണ്ടോ? പുറത്ത് ഇപ്പുണ്ട്. വിളിക്കൂ. വിളിച്ചാ വരത്തില്ല. അതെന്താ? പക്ഷേ ആ. ഞാൻ എന്തിനാണ് ഇവിടെ കേറി വന്നെന്ന് അറിയാൻ വേണ്ടിട്ട് അവള് കേറി വരും. എന്നാലും ഒന്ന് വിളിച്ചു നോക്കൂ. അല്ലല്ലോ, എവിടെ? പുറകേലുണ്ട്. എന്റെ പ്രകാരമില്ല. ഇല്ല, ആ? കാറിന്റെ പുറകേല്. എന്റെയോ? ആ. സാറേ എന്റെ ചേട്ടന്റെ അസുഖം എന്താന്ന് കണ്ടുപിടിച്ചായിരുന്ന? അല്ല പേടിക്കണ്ട, നമുക്ക് സാറേ എന്റെ ചേട്ടന്റെ അസുഖം എന്താന്ന് കണ്ടുപിടിച്ചായിരുന്ന? അല്ല, അത് നമ്മൾ നോക്കി പോണം. സാറേ എന്റെ ചേട്ടന്റെ അസുഖം എന്താന്ന് കണ്ടുപിടിച്ച അത് പഠിക്ക്. നേരത്തെ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ആ, ഇരിക്കൂ. എന്തായി കസേരയുടെ മേളിൽ കയറി ഇരിക്കുന്നത്? വീട്ടിൽ അവൾ എന്റെ തലേ കയറിയിട്ടായിരിക്കണത്. ഇരിക്കണ്ട, എഴുതിരുന്നാ മതി. ആ. അവന്റെ കസേരയുടെ മേളിൽ കയറി നിൽക്കുന്നു. ഇറങ്ങ വെച്ചേ, മര്യാദക്ക് ഇരിക്കും അവിടെ. ആ. എനിക്കല്ല കുഴപ്പം, ചേട്ടനാ. എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. നോക്കൂ, ആർക്കാണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഇത് കിളി പോയതാ. ഇത് കിളി കൂടും മുട്ടയടക്കം എടുത്തോണ്ട് പോയതാ. ഇരുന്നു. മനസ്സിലായി. രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. മനസ്സിലായി, ഒരു പ്രശ്നമില്ലെന്ന് മനസ്സിലായി. എനിക്കൊരു കുഴപ്പമില്ല, ചേട്ടനാണ് കുഴപ്പം. ആ, ഓക്കെ. എനിക്കാണോ പ്രശ്നം? എനിക്കോ? എണീക്കാം. എനിക്കാണല്ല, എനിക്കാണോ പ്രശ്നം? എനിക്കോ? മറ്റേ മരത്തിൽ താഴെ അടിപൊളി. ഇനി അവ കൊണ്ട് വരട്ടെ. ഇരിക്കെ. കുട്ടിയുടെ ഭർത്താവിനെ എങ്ങനെ കാണുന്നു? മീശയുണ്ട്, താടിയുണ്ട്, തലയിലും മുടിയില്ല, കഷണ്ടിയാണ്. സാറിന് ഇനി എന്താ എങ്ങനെ കാണുന്നത്? മുടിയുണ്ടാ? ഇനി ഞാൻ കാണുന്നതിന്റെ കുഴപ്പമാണോ? ഇല്ല, ഒരു കുഴപ്പമില്ല. കുട്ടിയോട് ഞാൻ ചോദിച്ചിട്ടുമില്ല, കുട്ടി എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നാലും ഇല്ലല്ലോ, ഒരെന്നാലും ഇല്ല. ഇരിക്കൂ. അതെ, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എവിടെ വെച്ചാണ്? ബെഡ്റൂമിൽ വെച്ചിട്ടാ. നിങ്ങളെ വീട്ടിലല്ല, ഇവിടെ ബെഡ്റൂമിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അത് വേറെ കേസ്. ഈ ബെഡ്റൂമിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? എനിക്കൊന്ന് അറിയണം. ആ, വീട്ടിലേക്ക് പോവാ. എന്തിന്? ബെഡ്റൂമിൽ എങ്ങനെയാണ്? അയ്യോ, വീട്ടിൽ പോണ്ട. പിന്നെ? ഇതെല്ലാം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ബെഡ്റൂം എല്ലാം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതെ. എത്രയോ കപ്പിൾസ് ഇവിടെ വന്നിരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോയിരിക്കുന്നു. ID പ്രൂഫ് വേണോ? എടാ, ഇത് സുഷമ്മ ലോഡ്ജ് അല്ല, പട്ടി. എന്റെ വീടാണ്. ID പ്രൂഫോ? രാജു, ഓ, ആ ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്യൂ. ആ മക്കളെ, ആ. ബെഡ്റൂം. ഓക്കെ. ഇത് നിങ്ങളുടെ വീടാണെന്ന് സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ ബെഡ്റൂമും. അപ്പൊ നിങ്ങൾ കിടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ കിടക്കാൻ പോകുന്നത്? ഒന്ന് കാണിച്ച്. നിങ്ങളുടെ വീടാണ്, ഞങ്ങളുടെ വീടാണ്, നിങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ. അതെ അല്ലേ? നോട്ട് ചെയ്തോളൂ. വാക്കുള്ളവർ ഈ പണിയെടുത്ത് നാട് പടിഞ്ഞു വരുമ്പോ ഒന്ന് കിടക്കണമെന്ന് വിചാരിച്ചു ഇങ്ങനെ കശർവിച്ച് പോലെയാണ് ബെഡ്ഷീറ്റ് എടുക്കണം. ആ ഷീറ്റ് ഒന്ന് വിരിച്ചിട്ട്. അയ്യടാ, താൻ പറയുമ്പോ അങ്ങ് വിരിക്കാൻ നിൽക്കണെന്ന് പോടാ, വേറെ വിരിച്ചിട്ട് കിടക്ക്. എന്താണ്? ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങണത്. ഇത് അവരുടെ പ്രശ്നമല്ല, താങ്കളുടെ പ്രശ്നമാണ്. എന്റെ പ്രശ്നം എടോ, ഈ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. അതെങ്ങനെ? അത് ഞാൻ കാണിച്ചു തരാം. കണ്ടു പഠിച്ചോളാം. ഓക്കെ, ഓക്കെ. ശ്രദ്ധിച്ചോളാം. ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ബെഡ്ഷീറ്റ് നമ്മൾ ആണുങ്ങൾ വിരിച്ചാൽ ശരിയാവില്ല. പെണ്ണുങ്ങൾ ബെഡ്ഷീറ്റ് വിരിക്കണം. ഓ, എന്ത് ഭംഗിയാണെന്നറിയുമോ, എന്ത് വൃത്തിയാണെന്നറിയാമോ? പെണ്ണുങ്ങൾ എന്ത് ജോലി ചെയ്താലും ഒരു വൃത്തി ഉണ്ടാവും. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അയ്യോ, അത് സിമ്പിൾ അല്ലേ? വേണ്ട, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ പിടിക്കണം. അയ്യോ വേണ്ട, ഞാൻ വിരിച്ചോളാം. കേട്ടാ, ഇത്രയുള്ള കാര്യം. ഇത്രയേ ഉള്ളു കാര്യം. ഇത്രയേ ഉള്ളു കാര്യം. ചേട്ടാ, വാ കിടക്കാം. കിടക്കാം. അപ്പൊ ഞാനിപ്പോ ഇനി എന്ത് ചെയ്യണം? നിക്കണോ അതോ പോണോ? നീ നിന്റെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്നിട്ടോ ഇരുന്നിട്ടോ കിടന്നിട്ടോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ഇറങ്ങു, വെളിയിൽ പോ.
ഇവിടെ അവിടെ കിടക്കാം. അയ്യോ യ്യോ, എന്റെ ഭാര്യ കണ്ടെങ്കിൽ എന്നെ കൊന്നേനെ. എന്റെ പൊന്നു മോളെ ഇത് ഡോക്ടറാണ്. ഡോക്ടർ. ദേ, ഈ നിക്കണ നീല ഇത് ആരാണ് ഭർത്താവ്? ആ, അവനെ വിട്ടോ. അയ്യോ അപ്പൊ ഇത്ര നേരം ഞാനൊരു അന്യ പുരുഷന്റെ കൂടെയാണ് ഇവിടെ ഇരുന്നത്. ആ, അയ്യോ. കണ്ടോ ഇപ്പൊ എന്ത് മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അന്യ പുരുഷൻ കടന്നു വന്നപ്പോൾ ആ പെൺകുട്ടിയിൽ നിന്ന് ഒരു വികാരം ഉണ്ടായത് കണ്ടോ? ഇതിന്റെ അർത്ഥം എന്താണ്? ആ പെൺകുട്ടിയുടെ മനസ്സിനുള്ളിൽ സ്നേഹത്തിന്റെ നീരുറവയുണ്ട്. ആ നീരുറവ നീ കുത്തി പൊട്ടിക്കണം. ഒരു പിക്കാസോ കോടാലി കിട്ടുമോ? ഇപ്പൊ തന്നെ അങ്ങോട്ട് കുത്തി പൊട്ടിക്കാൻ. എന്റെ പൊന്നു ഡോക്ടർ വല്ലതൊക്കെ പറയാൻ വെട്ടി കൊല്ലോ കൊച്ചിനെ. വേണ്ട. വാ. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ ബെഡിൽ കിടക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. അത് കാണണം. അത് കാണണം. രാത്രിയാണ്, നിങ്ങളുടെ വീടാണ്, ആ, നിങ്ങളുടെ ബെഡ്റൂമാണ്. കിടന്നോളൂ. കിടന്നോളൂ, ഞാൻ അളവെടുക്കാം. അതിപ്പോഴേ വേണ്ട. എല്ലാം ഡോക്ടറെ? ഇതെന്താ ഇത്? ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ കിടക്കണത്. ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി കഴിച്ച കീരിയും പാപ്പുവാ. എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികൾ. മുഖത്തോട് മുഖം നോക്കിയാൽ കീരിയും പാമ്പും. 4 കുട്ടികളും. അവിടെ ഒരു ലോജിക്ക് പ്രശ്നമുണ്ട്. ലോജിക്ക് അടിക്കുന്നുണ്ട്. നമുക്ക് പിടിക്കാം. പിടിക്കാം. ലൈറ്റ് ഓഫ് ചെയ്യൂ. ആ ലൈറ്റ് ഓഫ്. നിങ്ങളുടെ ബെഡ്റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഓഫ് ചെയ്യൂ രാജു. ലൈറ്റ് ഓഫ്. ലൈറ്റ് ഓഫ് ആയി. ആ, കണ്ട ലൈറ്റ് ഓഫ് ചെയ്ത അപ്പൊ ഇങ്ങനെ ഞെട്ടി പോയി നടക്കൂ ഇങ്ങനെ. ഓ, സോമനാമ്പുലി സൗണ്ട് അല്ലേ? സോമൻ ആംബുലൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ പാതിരാത്രി ഓടി നടക്കണത്? അവൻ ബോഡിയായിട്ട് ഓടി നടന്നോളൂല്ലേ? ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. മനുഷ്യര് കിടക്കുന്നത് പോലെ, സാധാരണ ആൾക്കാർ കിടക്കുന്നത് പോലെ ഫേസ് ടു ഫേസ് ഒന്ന് കിടന്നേ. കിടക്കൂ. കിടന്നിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിക്കൂ. ഉറങ്ങാൻ ശ്രമിക്കും. ഉറങ്ങിക്കോളൂ. അല്ല ഉറക്കം പറ്റില്ല. ഉറക്കം പറ്റില്ല. ഡോക്ടറെ, ഉറക്കമല്ലേ മറ്റേ നൂലേലും ഉണ്ടെങ്ങനെ ടാട്ടൂലേ? ഓടാ, അത് ടാട്ടിയാ ഞാൻ ഉറങ്ങിപ്പോകും. ഉറങ്ങിക്കൂ. ശ്രമിക്കൂ, ഉറങ്ങാൻ ശ്രമിക്കൂ. ശ്രമിച്ചു നോക്കാം. അപ്പൊ നമുക്കൊന്ന് മാറി നിൽക്കാം. അവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഉറക്കം വലിച്ചു തുടങ്ങി. Come on, slowly sleep. Sleep. വിചിത്രമായ കൂർക്കം വലിയ. കണ്ടോ കണ്ടോ സാറേ? എന്തോ? ഇത്രയും നേരം ഞാൻ ഇവളോട് നല്ല രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? അവസാനം ഇവളെ എന്നെ പോട പട്ടിന്ന് വിളിച്ചില്ലേ? സംസാരിക്കായിരുന്നോ? കൂർക്കം വലിച്ചത് അല്ല, ഞാൻ എപ്പോഴാണ് തന്നെ പോടാ പട്ടിയെന്ന് വിളിച്ചത്? നീ അല്ലടി അവസാനം ഞാൻ നിന്നോട് ഒന്ന് പുറത്തു പോയിട്ട് വെള്ളം എടാ, എടുത്തു. ഞാൻ വിളിച്ചില്ലടോ. ഞാൻ വെള്ളം എടുത്തിട്ട് അല്ല, ഇപ്പൊ വിളിക്കാം. പോടാ പട്ടി. ഒരു മിനിറ്റ്. രാജു, ആ. ഇതെന്താ ഇവിടെ സംഭവിച്ചത്? അല്ല, എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എവിടെ എന്ത് സംഭവിച്ചു നിനക്ക് എന്ന് മനസ്സിലാ? എന്തിനു ദൂരെ പോകുന്നത്? ആ? തേടം പേർ നിൽക്കുകയല്ലേ? സുമേ, റീപ്ലൈ. എനിക്കൊന്നും മനസ്സിലായില്ല ഏട്ടാ. അവക്ക് മനസ്സിലായില്ലേ പിന്നെ ലോകത്ത് ആർക്കും മനസ്സിലാവത്തില്ല. ഈ പഞ്ചായത്തിലുള്ള സകലമായ വീട്ടിലെയും കാര്യങ്ങൾ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നവളാണ്. അപ്പൊ സാറേ, നമുക്ക് മ്യൂസിക് തെറാപ്പി ഒന്ന് ട്രൈ ചെയ്താലോ? മ്യൂസിക് തെറാപ്പിയിലേക്ക് പോകുന്നതാണ് നല്ലത്. എല്ലാവരും ശരിയാവാറ് അത് വെച്ചിട്ടാണല്ലോ. അതെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നിങ്ങളുടെ വീട്. ഇത് നിങ്ങളുടെ ബെഡ്റൂം. ഇവിടെ ഞങ്ങൾ ആരുമില്ല. നിങ്ങൾ ആദ്യമായി പരസ്പരം കണ്ടുമുട്ടുന്ന 2 ഇണക്കുരുവികളാണ്. അതായത് നിങ്ങളെ ഫസ്റ്റ് നൈറ്റ് പോലെ. മനസ്സിലായോ? നിലാവുള്ള രാത്രി. അങ്ങ് ദൂരെ പട്ടികൾ ഓരിയിടുന്നു. ഊരിയിട്ടോട്ട്, എത്ര വേണേലും ഊരിയിട്ടോട്ടെ. ഊരിയിടുന്നല്ലടാ, പട്ടികൾ ഓരിയിടുന്നു. ആയിട്ടോട്ടെ. അതിന്റെ ഫ്ലോ കളയാണ്. ഇല്ല, പോട്ടെ. നിശാഗന്ധികൾ പൂക്കുന്ന നേരം ഇളക്കുരുവികൾ ചിറകടിച്ച് പറന്നകന്നു തുടങ്ങി. നിലാവെളിച്ചം എങ്ങും പരത്തൊഴുകി. അതെ, പ്രേമം പൂക്കുന്ന സായം സന്ധ്യ. അന്ന് നിന്നോള് എരണക്കെട്ട പോകട്ടെ മൂദേവി. പോകാൻ പറഞ്ഞു. ഇവിടെ പറഞ്ഞേടാ. അവിടെ പറഞ്ഞതാണ്. വരും, തരാം. എന്റെ കാര്യത്തിൽ തീരുമാനമായി. തീരുമാനമായി. അപ്പം നിശാഗന്ധി പൂത്തുലയുന്ന സായം സന്ധ്യ. സന്ധ്യ. നിങ്ങളെല്ലാരും ഒരുമിച്ച് ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ ഒരു പ്രേമാർദ്രമായ ഗാനം ഇങ്ങനെ ഒഴുകി വരും. ആ പാട്ടിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറക്കുന്നു. മനസ്സിലായല്ലോ? രാജു, വീട്, നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങളുടെ പാട്ട്. രാജു, പാട്ടൊഴുക്കി വിട്. രാജു, എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? ഈ സംഗതി വർക്കൗട്ടായി. ഞാൻ പറഞ്ഞില്ല, അവരുടെ മനസ്സിൽ പ്രേമമുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാനും പുറത്തെടുക്കാനും ആരും ഇല്ലാതായി പോയി. അതാണ് അവരുടെ പ്രശ്നം. അല്ല ഡോക്ടറെ, ഇത് ഈ ട്രിക്ക് ചേച്ചിയുടെ അടുത്തൊന്നും പരീക്ഷിക്കാൻ പാടില്ലേ? ഇല്ല, വർക്കൗട്ട് ആവില്ല. ഞാൻ ഒരുപാട് നോക്കിയതാ, ഒരു കാര്യമില്ല. അതാരുടെ കരച്ചില്ല? അത് സുമയുടെ കരച്ചിലല്ലേ അത്? അതെ, ചേച്ചിയുടെ സൗണ്ടാ. അയ്യോ, ചേച്ചിയുടെ തല ആരോ തല്ലി പൊട്ടിച്ച് തലച്ചോറൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവക്ക് തലച്ചോറൊന്നും ഇല്ലടാ, അത് ചട്ടിച്ചോറ്. ചേച്ചി, ഡോക്ടർക്കുള്ള പണിയാ. ഡോക്ടർക്കുള്ള പണിയാ.
നിങ്ങക്ക് ഞാൻ വെച്ച് പോയി സുമേ സുമേ ആ സൈക്കോ അയ്യോ, ദേ വരണ്ട്. എന്തുവാടാ എന്താ എന്താ എന്റെ ഡോക്ടറെ ഡോക്ടർ അല്ലേ പറഞ്ഞത് ഇത് ഞങ്ങളുടെ വീടാണ് ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് ഞങ്ങളുടെ അടുക്കളയിൽ ചെന്നപ്പോ ഒരു കള്ളി ഇരുന്നിട്ട് മീൻ വറുത്തത് കട്ട് ചെയ്യുന്നുണ്ട്. കഞ്ഞിക്കറി കൊടുത്തിട്ട് ഞാൻ തല കടിച്ചു. ചോര വന്നില്ല കത്തി എടുത്തിട്ട് വന്നതോ കുത്താനായിട്ട്. രണ്ട് സൈക്കോ കൂടി പൊടിച്ചാ ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്നാ ഒരുത്തി ഇവിടെ ചാകാൻ കിടക്കുമ്പോ രണ്ട് പോങ്ങന്മാരുന്ന് കഥ പറയണ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോടാ. എന്താ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കൊരു പ്രൈവസി വേണ്ടേ? എടുത്തോണ്ട് പോടാ ഞങ്ങളുടെ വീട്ടിൽ. ഡോക്ടറെ ചാരു, ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായടാ. അവരെ പ്രശ്നങ്ങളെല്ലാം ഇതോടെ നമ്മൾ പരിഹരിച്ചു. പക്ഷെ എന്റെ പ്രശ്നങ്ങള് വേണ്ട സടകുടഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നടാ. രാജു